ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാൻ ഇന്ന് നമ്മുടെ ഫേസസ് കാൻഡൻ്റെ സ്ട്രോപ്പ് ക്രീം വാങ്ങിയിരുന്നു. 1 വീക്ക് ബിഫോർ അതിൻ്റെ ഒരു ഓപ്പണിംഗ് വീഡിയോ ചെയ്തിരുന്നു. അപ്പം ഞാൻ ഈ ഒരു ക്രീം പകുതി ആവുമ്പോൾ നിങ്ങളോട് അതിൻ്റെ ഒരു റിവ്യൂ പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനിത് 1 വീക്ക് യൂസ് ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്രീം ഞാനൊരു 1 വീക്ക് യൂസ് ചെയ്തു. നമ്മൾ ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് യൂസ് ചെയ്തു. അപ്പോൾ ചെറിയൊരു ഗ്ലോ എല്ലാവരും പറഞ്ഞു കേട്ടോ. ഒരു ഫേസിനൊരു ഗ്ലോ ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരും കുറച്ച് നമ്മളെ ഡെയിലി കാണുന്ന ആളുകൾ ആ ഒരു ചേഞ്ച് മനസ്സിലാക്കിയിട്ട് അത് പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നിയത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു നോർമൽ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഈ ഒരു ക്രീം ഓക്കെയാണ്. കാരണം നമ്മുടെ സ്കിന്നിൻ്റെ ടോൺ എന്താണോ ആ ടോണിന് ഒന്നുകൂടി ഒരു ഗ്ലോ, ആ ടോണിലൊരു ഗ്ലോ കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ മേക്കപ്പ് എന്നുള്ള രീതിക്ക് പറയുകയാണെങ്കിൽ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലുള്ള മാർക്കും കാര്യങ്ങളൊക്കെ പിമ്പിൾസ് വന്നിട്ട് ആ ഒരു മാർക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളും ഒന്നും റിമൂവ് ആവാനൊന്നും ഇത് ഹെൽപ്പ് ചെയ്യില്ല കേട്ടോ. കാരണം അതൊന്നും റിമൂവ് ഒന്നും ആയില്ല ഇത് അപ്ലൈ ചെയ്തപ്പോൾ. അങ്ങനെ അതൊക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഫേസിനുണ്ടല്ലോ നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടുന്നുണ്ട്. കുഴപ്പമില്ലാത്തൊരു ഐറ്റമാണെന്ന് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ ഈ ഒരു ക്രീം ഞാനന്ന് യൂസ് ചെയ്ത് കാണിച്ചു തന്നിരുന്നു. കയ്യിലിങ്ങനെ യൂസ് ചെയ്തപ്പോൾ ജസ്റ്റ് ഇതാ ഞാൻ യൂസ് ചെയ്ത് കാണിച്ചു തരാം. നമ്മളന്ന് ഇത് ചെയ്തു. എന്താ കണ്ടില്ലേ, നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ഓയിലി ഫീല്, ഫേസിലാണെങ്കിലും നമുക്ക് ഫസ്റ്റ് ഒരു ഓയിലി ആയിട്ടുള്ളൊരു ഫീല് തോന്നുന്നുണ്ട് കേട്ടോ. ഒരു നല്ലൊരു ഓയിലി ഫീല് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ഓയിലാവുമ്പോൾ നമുക്ക് എന്തോ ഒരു ഇങ്ങനെ ഫേസിന് ആ ഒരു ഓയിൽ പോലെ അങ്ങനെയൊക്കെ ഒരു ഫീല് നമുക്ക് തോന്നും. കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് അങ്ങോട്ട് സ്കിന്നുമായിട്ട് സെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ സ്കിന്നുമായിട്ട് സെറ്റ് ആവുമ്പോൾ ആ ഒരു ഓയിലി നമുക്ക് തോന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് ഞാൻ ഇതിൻ്റെ മുകളിൽ കോമ്പാക്ട് പൗഡർ, ലാക്മെൻ്റെ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തു. അപ്പോൾ ആ ഒരു ഓയിലി ഫീൽ തോന്നിയതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്തത്. അപ്പോൾ നോർമൽ കുഴപ്പമില്ല കേട്ടോ, കുറച്ചുകൂടി ഒരു ബ്രൈറ്റ്നെസ് ഫീൽ വന്നു. പിന്നെ കുറച്ച് നേരം ഇത് മാത്രം യൂസ് ചെയ്തിട്ട് നോക്കിയപ്പോൾ ആ ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും ഇത് സ്കിന്നുമായിട്ട് സെറ്റായിട്ട് ആ ഒരു ഓയിലി ഫീല് നമുക്ക് പോകുന്നുണ്ട്. കുഴപ്പമില്ല, നല്ലൊരു ക്രീമാണ് കേട്ടോ. വേറെ എനിക്ക് സ്കിന്നിന് ഇറിറ്റേഷനോ വേറെ പ്രശ്നങ്ങളോ ഒന്നും തോന്നിയില്ല ഈ ഒരു ക്രീം യൂസ് ചെയ്തപ്പോൾ. അങ്ങനെയുള്ള ഇതൊന്നും എനിക്കുണ്ടായില്ല കേട്ടോ. എൻ്റെ ഒരു അനുഭവമാണ് ഞാനീ പറയുന്നത്. ഇതാണ്ടില്ലേ, ആ ഒരു ചേഞ്ച് നമുക്ക് അറിയുന്നുണ്ട്. ഇപ്പോൾ സ്കിന്ന് ഒരുപാട് അങ്ങോട്ട് നമുക്ക് കളർ മാറി എന്ന് പറയാൻ പറ്റില്ല. ആ ഉള്ള സ്കിന്നുണ്ടല്ലോ, നമ്മുടെ ഒരു സ്കിന്നിനൊരു ടോൺ ഉണ്ടാവും. ഓരോരുത്തരുടെ സ്കിന്നിനും ഓരോ ടോണായിരിക്കും. അപ്പോൾ ആ ഒരു ടോണ് കുറച്ചുകൂടി, ആ ഒരു ടോണിന് കുറച്ചുകൂടി ഒരു ഗ്ലോ കിട്ടി. അല്ലാണ്ട് ഒരുപാട് ബ്രൈറ്റ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നോർമലായിട്ട് ഫങ്ഷൻസിന് മുമ്പൊക്കെ യൂസ് ചെയ്യുക. മേക്കപ്പ് എന്നുള്ള രീതിക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ പിന്നെ എന്താ പറയുക, ആ ഒരു മാർക്ക് കാര്യങ്ങളെല്ലാം പോകുമല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് അത് ഉണ്ടാവുക. പക്ഷെ ആ ഒരു ഫീലല്ല ഇത്. ഒരു ചേഞ്ചൊക്കെ അറിയുന്നുണ്ട് കേട്ടോ നമുക്ക്. കുഴപ്പമില്ല, നല്ലൊരു ക്രീമാണ്. പിന്നെ ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇത് പോകുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഫേസിൽ ഇട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ നോർമൽ വാട്ടറിലൊന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇത് പോകുന്നുണ്ട്. ആ ഒരു ഇത് വരുന്നുണ്ട്. പിന്നെയും നമ്മുടെ നോർമൽ സ്കിൻ ആവുന്നുണ്ട്. പിന്നെ നമുക്ക് പെട്ടെന്ന് വേറെ ക്രീമിന് പകരം ഇത് യൂസ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ നോർമൽ ക്രീം യൂസ് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഗ്ലോ നമുക്ക് ഉണ്ടാവില്ല. സാധാരണ ഒരു ഫീലായിരിക്കും. നമ്മളൊരു സ്കിന്നൊന്ന് ലൈറ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് അതിലൂടെ. പക്ഷേ ഈ ഒരു ക്രീം ഒന്നുകൂടി ഒരു ഗ്ലോ തരുന്നുണ്ട്. ഒരുപാട് ബ്രൈറ്റ്നെസ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര എന്തോ ഒരു ബ്രൈറ്റ്നെസ് ഫീലൊക്കെ ഇങ്ങനെ തോന്നി. പക്ഷെ അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സ്കിന്നിൽ സെറ്റ് ആകുമ്പോൾ ആ ഒരു ഗ്ലോ ഉണ്ട്. നല്ലതാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എനിക്കങ്ങനെ സ്കിന്നിന് ഇറിറ്റേഷനും കാര്യങ്ങളും ഒന്നും തോന്നിയില്ല. നല്ലൊരു ഇതാണ്. നോർമലായിട്ട് ഒരുപാട് ഹെവി മേക്കപ്പ് അങ്ങനെ ഇഷ്ടമല്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ, അതായത് നമ്മൾ ഈ ഒരു മേക്കപ്പൊക്കെ ചെയ്തു എന്നുള്ള ഫീല് തോന്നണ്ട എന്നുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇത് ഓക്കെയാണ്. മേക്കപ്പ് ചെയ്തു എന്ന് തോന്നണം എന്നുള്ള ആളുകൾക്ക് ഇത് പോരാ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി കോമ്പാക്റ്റും ഫൗണ്ടേഷനും പറഞ്ഞ പോലെ ഫൗണ്ടേഷൻ, പിന്നെ അതുപോലെ കോമ്പാക്റ്റ് അങ്ങനത്തെ സംഗതികളൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഇത് നോർമൽ നമുക്ക് എങ്ങടെയെങ്കിലും പോകാനോ നോർമൽ ഫങ്ഷൻസിനൊക്കെ നമുക്ക് പോണ സമയത്ത് ഓക്കെയാണ് കേട്ടോ. മേക്കപ്പ് താല്പര്യമില്ലാത്ത ആളുകൾക്കാണ് മെയിനായിട്ട് ഇത് ഓക്കെ ആവുക, ഇഷ്ടപ്പെടുക. ഒരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ്ടില്ലേ, ചെറിയൊരു ഗ്ലോവും ഇതൊക്കെ കിട്ടുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കുണ്ടായ അനുഭവം. ഞാനിത് പാതിയാവുന്നവരെ, ഞാനിത് ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പാതിയാവുമ്പോൾ പറയാമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ഞാനിത് 1 വീക്ക് യൂസ് ചെയ്തു. ഒരു തവണ യൂസ് ചെയ്ത് തന്നെ മനസ്സിലായി നമുക്ക് ഇത് എന്താ പറയുക, ഡെയിലി യൂസ് ചെയ്താലും വലിയ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരുപാട് മാറ്റം, മേക്കപ്പ് ചെയ്ത പോലെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഓഫീസിലൊക്കെ പോകുമ്പോൾ അങ്ങനെ പോകാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നോർമലായിട്ടുള്ള രീതിയാണെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതൊരു 1 വീക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്തത്. ആ ഒരു ചെറിയ ഗ്ലോക്ക് എല്ലാവരും ഒന്ന് തിരിച്ചറിഞ്ഞു, കുഴപ്പമൊന്നുമില്ല. ഇതാണില്ല നമ്മൾ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ 2 കൈയും ശ്രദ്ധിച്ചില്ല, ഇവിടെ നമ്മൾ ആ ക്രീം യൂസ് ചെയ്തതാണ്, ഇത് ക്രീം യൂസ് ചെയ്യാത്തതാണ്. ഇത് കണ്ടില്ലേ, ആ ഒരു ചെറിയ വ്യത്യാസം കണ്ടില്ലേ? അതായത് നമ്മുടെ ടോണിനെ തന്നെ ഒന്നുകൂടി ഗ്ലോ ആക്കി മാറ്റി. എന്നാൽ ഒരുപാട് ബ്രൈറ്റ് ഒന്നും ആയിട്ടില്ല. ഇപ്പം നമ്മളിപ്പോൾ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതാണ്ടില്ല, ഇവിടെ ഈ മാർക്ക് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഡാർക്ക് സ്പോട്ട് എല്ലാം പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫൗണ്ടേഷനും ഇതൊക്കെ യൂസ് ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെയും സ്കിന്ന് ഓരോന്നാണ്, അപ്പോൾ ഓരോരുത്തർക്കും ഈ ക്രീം കൊണ്ടുള്ള അനുഭവവും ഓരോന്നായിരിക്കും. ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ്. ബൈ ബൈ.